ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നെറ്റ് പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളത്. വൈകിട്ടാകുമ്പോഴേക്കും നമ്മുടെ നെറ്റ് തീർന്നു പോകും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ ഗൂഗിൾ അങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസിൽ നമ്മൾ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ വീഡിയോസ് കാണുന്ന സമയത്ത് ചെറിയൊരു സെറ്റിംഗ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നെറ്റ് തീരുന്നത് വളരെയധികം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് നെറ്റ് വളരെയധികം ലാഭിക്കാൻ പറ്റും. ആ ഒരു കാര്യം പറഞ്ഞു തരുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമുക്ക് യൂട്യൂബ് കാണുന്നുണ്ട്, അതിന് തൊട്ടടുത്ത് പ്ലേ സ്റ്റോർ കാണുന്നുണ്ട് അല്ലേ. രണ്ടെണ്ണത്തിലും അടിപൊളി നെറ്റ് ലാഭിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന നിരവധി വീഡിയോസ് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും അല്ലേ. യൂട്യൂബിന്റെ ഹോം പേജിൽ നമുക്ക് ഓരോരോ തംബ്നെയിലുകൾ കാണാൻ സാധിക്കും. നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ കണ്ടില്ലേ, നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴേക്ക് ഓരോ വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം നെറ്റ് നഷ്ടമാവുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം നമുക്ക് കണ്ടാൽ മതിയല്ലോ. ഇത് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ പ്ലേ ചെയ്ത് വരികയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത്, അത് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ പ്രൊഫൈൽ ഐക്കൺ കാണുന്നില്ല, ഇവിടെ യു എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഗിയർ ഐക്കൺ കാണുന്നില്ല, സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ജനറൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് ഇത് കഴിഞ്ഞാൽ അടുത്ത സെറ്റിംഗ്സ് അടിപൊളി സെറ്റിംഗ്സ് ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾവേസ് ഓണിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കുക നിങ്ങളുടെ ഫോണിൽ ഏതിലാണെന്നുള്ളത്, അത് മാറ്റിയിട്ട് ഓഫ് ആക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഓട്ടോമാറ്റിക്കലി റൺ ആവില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വൈഫൈ ഒള്ളി ആക്കി കൊടുക്കുക. അപ്പോൾ വൈഫൈ എവിടെന്നെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് മാത്രം ആ രീതിയിൽ പ്ലേ ചെയ്യുന്ന രീതിയിൽ, പക്ഷേ ഏറ്റവും നല്ലത് ഓഫ് ചെയ്ത് കൊടുക്കുന്ന. ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് നോക്കി നോക്കാം ഇനി വീഡിയോസ് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഞാനൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒക്കെ അതേപോലെയാണ് നിൽക്കുന്നത്. നമ്മൾ ഏതെങ്കിലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം ആ തംബ്നെയിലിന്റെ മേലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് വീഡിയോ പ്ലേ ആവുള്ളൂ. ഇതുകൊണ്ട് നമുക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളൊന്ന് ഫോണിൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ഇതേപോലെ തന്നെയുള്ള സെറ്റിംഗ് നമുക്ക് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ പ്രൊഫൈൽ ഐക്കൺ ഏറ്റവും ടോപ്പിലാണ് കാണിക്കുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിരവധി ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ജനറൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൽ നമുക്ക് ഇതേപോലെ തന്നെ സബ് ഓപ്ഷൻസ് കുറേ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നെറ്റ് വർക്ക് പ്രിഫറൻസ് എന്നുള്ള, അത് ജനറലിൻ്റെ തൊട്ട താഴെയുള്ള നെറ്റ് വർക്ക് പ്രിഫറൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഓട്ടോ പ്ലേ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഓട്ടോ പ്ലേ വീഡിയോസ്. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് നമുക്ക് കാണുന്നത്. ഇവിടെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഡോണ്ട് ഓട്ടോ പ്ലേ വീഡിയോസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈഫൈയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈഫൈയിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ പ്ലേ വീഡിയോസ് കൊടുക്കാം. അപ്പോൾ ഓട്ടോ പ്ലേ വീഡിയോ കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ, അതായത് നിങ്ങൾ ഗൂഗിളിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസിലാണെങ്കിലും വെബ്സൈറ്റിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്തേക്ക് അത് ഓട്ടോ ആയിട്ട് പ്ലേ ആകുമ്പോൾ നെറ്റ് വളരെയധികം നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് പ്ലേ സ്റ്റോറിലുള്ളതും അതുപോലെ തന്നെ യൂട്യൂബിലുള്ളതും ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഏത് വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാലും അത് ഓട്ടോ ആയിട്ട് പ്ലേ ആവില്ല. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ നെറ്റ് വളരെയധികം ലാഭിക്കാൻ സാധിക്കും.